വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് IPL ട്രോഫി നേടിയത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആഘോഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരണപ്പെട്ടു. 50ഓളം പേർക്കാണ് പരിക്ക്. മരണപ്പെട്ടതിൽ 14 വയസ്സുകാരി പെൺകുട്ടിയുമുണ്ട്. പരിക്കേറ്റത് 50 പേരിൽ 6 വയസ്സുകാരിയുമുണ്ട്. കഴിഞ്ഞ 17 വർഷമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL ട്രോഫിക്ക് ശ്രമിക്കുകയായിരുന്നു. അന്ന് മുതൽ 17 വർഷവും റോയൽ ചലഞ്ചേഴ്സിൻ്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി തന്നെ. ലോകം കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റിൽ ഇതിഹാസങ്ങളിൽ ഒരാളാണ് വിരാട് കോഹ്ലി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻസിയിൽ പല ട്രോഫികളും നമുക്ക് ലഭിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മനുഷ്യനെ മുഴുവൻ ആൾക്കാരും കരഘോഷം കൊട്ടി സ്വീകരിക്കുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. വിരാട് കോഹ്ലിക്ക് അതുപോലെ ആരാധകർ ലോകം മുഴുവനുണ്ട്. കോടിക്കണക്കിന് ആരാധകരാണുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു നല്ല ഗുണം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം ഇന്ന് വരെ IPL ട്രോഫിയിൽ തൊടാനേ പറ്റിയില്ല. അദ്ദേഹം വാശിക്ക് കളി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് മാത്രമാക്കി. ട്രോഫി എടുത്തേ മടങ്ങൂ എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 17 വർഷത്തിന് ശേഷം ഇപ്പോൾ IPL ട്രോഫി റോയൽ ചലഞ്ചേഴ്സിന് ലഭിച്ചു. അവിടുത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെയും സംഘത്തിനെയും സ്വീകരിക്കാൻ റെഡിയായിരുന്നു. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങി. അത് വൈകിട്ടായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ രാവിലെ മുതൽ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ആൾക്കൂട്ടം ഉണ്ടായി. സ്റ്റേഡിയത്തിൽ അതിൻ്റെ കപ്പാസിറ്റി 40,000 പേർക്ക് ഇരിക്കാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ 40,000 പേർക്ക് ഇരിക്കാനും നിൽക്കാനേ കഴിയുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. 3-3.5 ലക്ഷം ജനങ്ങളാണ് ആ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ബാംഗ്ലൂരിലെ അതിൻ്റെ പുറത്ത് രാവിലെ മുതൽ തിക്കും തിരക്കും ഉണ്ടാക്കിയത്. ആ തിക്കും തിരക്കിലും തന്നെയാണ് ഈ 11 പേര് മരണപ്പെട്ടത്. അത് 20-30 ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ്, ആരാധകരാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഡിയത്തിലെത്തി. പുറത്തുള്ള തിക്കിലും തിരക്കിലും അവർക്ക് ശ്വാസം കിട്ടാതെ പലരും ബോധം കെട്ട് താഴെ വീണു. അവരുടെ പുറത്ത് ചവിട്ടി ആൾക്കാർ നീങ്ങി. 11 പേരാണ് മരണപ്പെട്ടത്. പലരും മോഹാത്സ്യപ്പെട്ട് വീഴുകയായിരുന്നു ഉണ്ടായത്. അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഈ ആൾക്കൂട്ടം കാരണം ലഭിച്ചില്ല. ആൾക്കൂട്ടത്തിൻ്റെ തള്ള് അവർക്ക് ശ്വസിക്കാൻ പറ്റിയില്ല. ഈ സംഭവം അറിയുമ്പോൾ വിരാട് കോഹ്ലിയും സംഘവും ബാംഗ്ലൂർ വിധാനസഭയിലെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രിയുണ്ട്. ബാംഗ്ലൂരിലുള്ള ആ വിധാനസഭയിലെ എല്ലാ അംഗങ്ങളും അവിടെയുണ്ട്. അത്ര വലിയൊരു സ്വീകരണമാണ് വിരാട് കോഹ്ലിക്ക് സംഘത്തിന് ലഭിച്ചത്. കാരണം ഇവർ 17 വർഷം കർണാടകയ്ക്ക് വേണ്ടി, അവിടുത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്ലബിന് വേണ്ടി ഈ ട്രോഫി IPL ട്രോഫി അടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ ക്രിക്കറ്റ് കളിക്കാരൻ ഒരാളായ വിരാട് കോഹ്ലി വളരെ ഈ ചെറുപ്പത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ഈ റിട്ടയർമെൻറ്റ് എടുക്കാറായ പ്രായത്തിൽ തന്നെ ബാംഗ്ലൂരിലെ ആ റോയൽ ചലഞ്ചേഴ്സിന് ട്രോഫി എത്തിച്ചു കൊടുത്തു. അതിൻ്റെ ആഹ്ലാദത്തിൽ കർണാടകയിലുള്ള എല്ലാ സ്പോർട്സുകാരും ക്രിക്കറ്റ് പ്രേമികളും അദ്ദേഹത്തിനെ കാണാനും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് നീങ്ങി. അവിടെ ഇവരെ എല്ലാം ഒരു ബസ്സിലിരുത്തി സ്റ്റേഡിയത്തിന് ചുറ്റും ഇവരെയും കൊണ്ട് പ്രദക്ഷിണം വെക്കാനുള്ള പരിപാടി വരെ ഉണ്ടായിരുന്നു. പക്ഷേ അപകടം ഉണ്ടായ ഉടൻ മരണപ്പെട്ട് പലരും സ്റ്റേഡിയത്തിന് വെളിയിൽ തിങ്ങിക്കൂടിയവർ എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ആ സ്റ്റേഡിയത്തിലേക്ക് വിരാട് കോഹ്ലിയും സംഘവും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തി. കാരണം 10 മിനിറ്റ് കൊണ്ട് ആ സ്വീകരണ ചടങ്ങ് അവിടെ, വെളിയിൽ ആൾ മരിച്ചെങ്കിലും സ്വീകരണ ചടങ്ങ് അവിടെ നടത്തി. അത് നടത്തിയില്ലായിരുന്നെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ വലിയ അക്രമം ഉണ്ടായേനെ. വിരാട് കോഹ്ലിയും സംഘവും വന്ന് അവർ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ മരണം വെളിയിൽ നടന്നെങ്കിലും
അവിടെ വന്ന് ആ 10 മിനിറ്റ് കൊണ്ട് ആ ചടങ്ങ് തീർത്തു എന്നുള്ളതാണ്. വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കമായിരുന്നു അത്. ഇല്ലെങ്കിൽ ജനങ്ങൾ അക്രമാസക്തമാകും, സ്റ്റേഡിയം അടിച്ചു പൊളിക്കും, പരസ്പരം ഏറ്റുമുട്ടും, വലിയ കൊലപാതകങ്ങളും ഉണ്ടാകും, മരണം ഉണ്ടാകും, സ്റ്റാമ്പേഡ് ഉണ്ടാകും. അതെന്തായാലും ബാംഗ്ലൂർ പോലീസും അവിടുത്തെ ക്രിക്കറ്റ് പ്രേമികളും ഗവൺമെൻറ്റും ഒപ്പം നിന്ന് വിരാട് കോഹ്ലിയും സംഘത്തെയും ആ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എത്തിച്ചു. അവരുടെ സ്വീകരണം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുള്ള സ്വീകരണം ആ സ്റ്റേഡിയത്തിൽ നടത്തി. പെട്ടെന്ന് ആ സ്വീകരണം കഴിച്ചു. ബസ്സിൽ അവരെ സ്റ്റേഡിയത്തിന് ചുറ്റും കൊണ്ടു നടക്കാനുള്ള പരിപാടി ഉപേക്ഷിച്ചു. അത് വലിയ പ്രശ്നങ്ങളാവും. എന്തായാലും ഉദ്ദേശിച്ച പോലെ ആ പരിപാടി ഭംഗിയായ സ്റ്റേഡിയത്തിനുള്ളിൽ നടത്തി, സ്വീകരണം കൊടുത്തു. കാണികളും അദ്ദേഹത്തിൻ്റെ ആരാധകരും സംതൃപ്തരായി. പക്ഷേ വെളിയിലെ 3 ലക്ഷത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്നു ഈ പരിപാടി പങ്കെടുക്കാൻ അകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ട്. അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. നല്ല ബുദ്ധിപൂർവമുള്ള ഒരു തീരുമാനമായിരുന്നു. ആൾക്കാർ 11 പേര് വെളിയിൽ മരിച്ചിട്ടും കൂടുതൽ ആൾക്കാർ അകത്തുള്ളവരും പരസ്പരം ഏറ്റുമുട്ടി അല്ലെങ്കിൽ ഇത് നടക്കാതെ അക്രമാസക്തമായ കൂടുതൽ ആൾ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും അവരെ സ്വീകരണത്തിൽ പങ്കെടുപ്പിച്ച് 10 മിനിറ്റ് കൊണ്ട് ആ സ്വീകരണം അവസാനിപ്പിച്ചത് വളരെ നന്നായി. 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ സ്റ്റേഡിയത്തിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. എന്നിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സ്റ്റേഡിയത്തിന് അകം കൺട്രോളായെങ്കിലും വെളിയിലുള്ള ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഒരു ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു മജിസ്റ്റീരിയൽ എൻക്വയറി 15 ദിവസത്തിനകം ഇതിൻ്റെ എല്ലാ വിവരങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ഒപ്പിട്ടു. ആ ഉത്തരവും വെളിയിൽ വന്നു. ഇവിടെ മരണപ്പെട്ട എല്ലാവർക്കും 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ഗവൺമെൻറ് ഉത്തരവായി. പരിക്കേറ്റവരെ അവരുടെ എല്ലാ ചികിത്സയും ഗവൺമെൻറ് ഏറ്റെടുത്തു. അതിൻ്റെ ചെലവുകൾ, അവർക്കുള്ള നഷ്ടപരിഹാരം ഇനി കൊടുക്കുമായിരിക്കാം. അത് പിന്നാലെ വരും. എന്തായാലും ഒരു ജുഡീഷ്യൽ എൻക്വയറിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 40,000 പേരെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയത്തിൽ അവരെ കൺട്രോൾ ചെയ്യാൻ 5000 പോലീസുകാരുള്ള സ്ഥലത്ത് സ്റ്റേഡിയത്തിനകത്തല്ല പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ്. സ്റ്റേഡിയത്തിന് വെളിയിൽ തിങ്ങിക്കൂടിയ ആൾക്കാരെ 3 ലക്ഷത്തോളം ജനങ്ങൾ വരും. അകത്ത് 40,000 ഉണ്ടെങ്കിൽ 3.5 ലക്ഷത്തോളം ജനങ്ങൾ അവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ ആ ആൾക്കാരും അതിൻ്റെ ഫോളോവേഴ്സും അതിൻ്റെ ക്രിക്കറ്റിലെ മുടിചൂടാൻ മന്നന്മാരായ പ്ലെയേഴ്സിൻ്റെ അവരുടെ ഫാൻസും എത്ര ലക്ഷമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കി ഗവൺമെൻറ്. കാരണം യുവാക്കളുടെ മുഴുവൻ ഹരമായ കോഹ്ലിയെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കളിക്കാരെ കാണാനും അവിടുത്തെ ചെറുപ്പക്കാർ മാത്രമല്ല, അവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. കൊച്ചുകുട്ടികളെയും ചുമന്നുകൊണ്ട് വീട്ടുകാരവിടെ എത്തി എന്നുള്ളതാണ്. ആർക്കും അകത്ത് കയറാൻ സാധിച്ചില്ലെങ്കിലും അത് വെളിയിലെ പല സ്ഥലത്തും പല ഗേറ്റിൻ്റെ മുമ്പിൽ വലിയ സ്ക്രീൻ വെച്ചിട്ട് ഇതിൻ്റെ പരിപാടികൾ മൊത്തം കാണാം. അതിനും അവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീർന്നില്ല. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഫുട്ബോൾ ഭ്രാന്തന്മാരുണ്ട്. അവിടെ ഇതുപോലെയുള്ള സ്റ്റാമ്പേഡും ആൾക്കാരും കൊല്ലപ്പെട്ട ധാരാളം സംഭവങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് ഇത്. അത് ക്രിക്കറ്റേഴ്സൊക്കെയാണ്. ഇവിടെ ഫുട്ബോളല്ല, ക്രിക്കറ്റാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹരം. ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ലോകത്തെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡും അതുപോലെ ഇംഗ്ലണ്ടും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വരെ ഇതിലേക്ക് ടീമിനെ പങ്കെടുപ്പിക്കുന്നു, ബംഗ്ലാദേശിൻ്റെ ഒപ്പം. അതുപോലെ USA-യിലും ഇപ്പം ടീമുകളായി തുടങ്ങി. ലോകം മുഴുവൻ ക്രിക്കറ്റ് ഫുട്ബോൾ തന്നെ ക്രിക്കറ്റും ലോകത്തിൻ്റെ മുഴുവൻ ഹരമാകുന്നു എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിപ്പോയി. അതിന് 11 പേര് മരണപ്പെട്ടെങ്കിലും പരിക്കേറ്റവർ പലരും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നവരുമുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നടന്ന സ്പോർട്സ് രംഗത്തുണ്ടായ വലിയൊരു ദുരന്തം തന്നെയാണ് ഈ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ആഘോഷവും തുടർന്നുണ്ടായ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിക്കിലും തിരക്കിലുള്ള 11 പേരുടെ മരണവും 50ഓളം പേരുടെ പരിക്കും.